ദ ജേർണലിസ്റ്റിലേക്ക് ബീഹാറിൽ ഇന്ത്യ മുന്നണിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് അതിദയനീയമായ പരാജയമാണെന്ന കാര്യത്തിൽ നമുക്കാർക്കും സംശയമില്ല. പക്ഷേ ഈ പരാജയത്തിന് ശേഷം ഇന്ത്യ മുന്നണി പരിപൂർണമായി തകരാൻ പോവുകയാണ്, രാഹുൽ ഗാന്ധി പട്ടായയ്ക്ക് മുങ്ങിയിരിക്കുകയാണ് തുടങ്ങി നിരവധിയായ പ്രചാരണങ്ങൾ മറുവശത്ത് വരുന്നുണ്ട്. അതായത് ബീഹാറിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി വലിയ വിജയം നേടിയ BJPയുടെ സൈബർ അണികളാണ് രാഹുൽ ഗാന്ധിക്കെതിരെ പ്രചണ്ഡ പ്രചാരണം അഴിച്ചുവിടുകയും ഇന്ത്യ മുന്നണി തകർന്നു എന്ന തരത്തിൽ വ്യാജ വാർത്തകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നത്. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാമോ? കോൺഗ്രസോ ഇന്ത്യ മുന്നണിയോ തളരുകയോ പിന്മാറുകയോ പോരാട്ടം അവസാനിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. അവർ അവരുടെ പോരാട്ടം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് ഇതുവരെ കാണാത്ത വിധത്തിലുള്ള അതിശക്തമായ പ്രതിഷേധങ്ങൾ, നിയമ പോരാട്ടങ്ങൾ, അതുപോലെ തന്നെ ജനങ്ങളെ മുൻനിർത്തിയുള്ള വലിയ ക്യാമ്പയിനുകളൊക്കെ അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഞാൻ നിങ്ങളെ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കാം. അത് DB ലൈവ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മാധ്യമം, ഹിന്ദി മാധ്യമമാണ്. ഇത് RJDയുമായും ഇന്ത്യ മുന്നണിയുമായും ഒക്കെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു സ്ഥാപനമാണ്. ഇവരാണ് ബീഹാറിൽ ഇന്ത്യ മുന്നണിക്ക് ജയസാധ്യതയുണ്ട് എന്ന എക്സിറ്റ് പോൾ പുറത്തുവിട്ട ചാനലുകളിലൊന്ന്. ഇതിൽ പറയുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് RJD സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ നിയമ പോരാട്ടങ്ങൾ നടത്താൻ ഒരുങ്ങുകയാണ്. RJDയുടെ നിർണായകമായ ഒരു യോഗം ചേർന്നു. ആ യോഗത്തിൽ ഇത്തരം ചില തീരുമാനങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയാണെന്നോ എന്നാണ്. എന്ന് മാത്രമല്ല, ഈ തോൽവിക്ക് തൊട്ടു പിന്നാലെ രാഹുൽ ഗാന്ധിയും AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും KC വേണുഗോപാലും അടങ്ങുന്ന കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കൾ എല്ലാവരും ചേർന്ന് ഒരു നിർണായക യോഗം വിളിക്കുകയും മല്ലികാർജുൻ ഖാർഗെയുടെ വസതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പല ചർച്ചകളും നടത്തുകയും ഈ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ പരിശോധിക്കുകയൊക്കെ ചെയ്തു. അതിനുശേഷം ചില നിർണായകമായ തീരുമാനങ്ങൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട്. അതായത് ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന നിരവധി സംശയങ്ങൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എങ്ങനെ ഇത്രയും വലിയൊരു വിജയം BJPക്കും JDUവിനും ബീഹാറിലുണ്ടായി? സകല കണക്കുകൂട്ടലുകളും എങ്ങനെ പിഴച്ചു? SIR എങ്ങനെയാണ് ബീഹാറിൽ പ്രവർത്തിച്ചത്? തുടങ്ങി നിരവധിയായ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഒരു സംക്ഷിപ്ത രൂപം ഈ ചർച്ചകൾക്കൊടുവിൽ വ്യക്തമായ ചിത്രം ലഭിക്കുന്നതിന് പിന്നാലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന വിധത്തിൽ, ജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് ഈ സംശയങ്ങൾക്കെല്ലാം ഉത്തരം തേടുന്ന വിധത്തിൽ നിർണായകമായൊരു നീക്കം ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ഇതോടനുബന്ധിച്ച് പുറത്തു വന്നിട്ടുള്ള ഒരു പത്രവാർത്ത മാതൃഭൂമിയിൽ വന്നിട്ടുള്ളതാണ്. നമുക്കൊന്ന് നോക്കാം. ബീഹാർ SIRൽ വോട്ടർമാർ കൂടുതൽ ഒഴിവാക്കപ്പെട്ട മണ്ഡലങ്ങളിലും കുറവ് ഉള്ളയിടത്തും NDA വിജയിച്ചു എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. അതായത് SIRൻ്റെ ഭാഗമായി കൂടുതൽ ആളുകൾ ഒഴിവാക്കപ്പെട്ടിട്ടുള്ള പല മണ്ഡലങ്ങളിലും BJPക്ക് വലിയ കുതിപ്പുണ്ടാക്കാൻ സാധിച്ചു എന്ന് ഈ വാർത്തയിൽ വ്യക്തമായി പറയുന്നു. ഇത് ഇന്ത്യ മുന്നണി ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളിൽ ഒന്നാണ്. അതായത് SIRൻ്റെ ഭാഗമായി ഒഴിവാക്കപ്പെടുന്ന ആളുകൾ മുഴുവൻ ഇന്ത്യ മുന്നണിക്ക് മുമ്പ് വോട്ട് ചെയ്തിരുന്നവരോ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരോ ഇന്ത്യ മുന്നണിയുടെ അനുഭാവികളോ ഒക്കെയാണ്. അതായത് ഇന്ത്യ മുന്നണിയിലേക്ക് പ്രതിപക്ഷ സഖ്യത്തിന് കിട്ടേണ്ട വോട്ടുകളാണ് SIRലൂടെ വെട്ടിക്കളയുന്നത് എന്ന ഗുരുതരമായൊരു ആരോപണം ഇന്ത്യ മുന്നണിയുടെ പല നേതാക്കളും ഉന്നയിച്ചിട്ടുണ്ട്. സമാനമായ രീതിയിലാണ് ഇപ്പോൾ വാർത്തകളും പുറത്തു വരുന്നത്. ഇപ്പോൾ നമുക്കറിയാം, രമേശ് ചെന്നിത്തല ബീഹാർ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പറഞ്ഞ കാര്യം ഇലക്ഷൻ കമ്മീഷൻ ജയിച്ചു എന്നാണ്. ഇലക്ഷൻ കമ്മീഷൻ്റെ പല പ്രവർത്തനങ്ങൾക്കെതിരെയും വ്യാപകമായി കോൺഗ്രസ് നേതാക്കളും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള മറ്റ് പാർട്ടികളുടെ നേതാക്കളുമൊക്കെ ഗുരുതരമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിനിടയിലാണ് SIRുമായി ബന്ധപ്പെട്ട് SIRൽ നിന്ന് വെട്ടിനിരത്തപ്പെടുന്ന ആളുകൾ അവർ മുഴുവൻ ഇന്ത്യ മുന്നണിയുടെ വോട്ടർമാരാണ് എന്ന് പറയാവുന്ന വിധത്തിലുള്ള വാർത്തകളും പുറത്തു വരുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കുക. ബീഹാറിൽ SIRൻ്റെ ഭാഗമായി വോട്ടർമാരിൽ വൻതോതിൽ ഒഴിവാക്കപ്പെട്ട 5 മണ്ഡലത്തിൽ 4ലും NDA വിജയിച്ചു. ഇതിൽ 3ഇടത്തും വിജയിച്ചത് BJPയാണ്. ഗോപാൽഗഞ്ച്, പൂർണിയ, മൊത്തിഹാരി മണ്ഡലങ്ങളിലാണ് BJP വിജയിച്ചത്. ഗോപാൽഗഞ്ചിൽ 56,793, പൂർണിയയിൽ 50,767, മോത്തിഹാരിയിൽ 49,747 പേരാണ് SIRൻ്റെ ഭാഗമായി പുറന്തള്ളപ്പെട്ടത്. 43,226 പേർ പുറത്തായ കുച്ചൈക്കോട്ടിൽ ജനതാദൾ ജയിച്ചു. അതുപോലെ 42,940 പേരെ തള്ളിയ കിഷൻഗഞ്ച് കോൺഗ്രസ് നേടുകയും ചെയ്തു. അതായത് SIRൽ വ്യാപകമായി പുറത്താക്കപ്പെടുന്ന ജനങ്ങളുള്ള പ്രദേശങ്ങളിലൊക്കെ NDAയുടെ വലിയ വിജയമുണ്ടായിട്ടുണ്ട് എന്നൊരു
കണക്ക് ഇതിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. അതുപോലെ SIRൽ കുറവ് വോട്ടർമാർ ഒഴിവാക്കപ്പെട്ട മണ്ഡലങ്ങളിൽ NDA മേൽക്കൈ നേടിയിട്ടുണ്ട്. അതായത് SIRൻ്റെ ഭാഗമായിട്ടുള്ള പല സംശയങ്ങളും SIRൽ നിന്ന് പുറത്താക്കുന്ന ആളുകൾ BJPക്ക് ഗുണകരമാകുന്ന വിധത്തിലാണ് ആ പുറത്താക്കലുകൾ നടക്കുന്നത് എന്നുള്ളതാണ് ഒരു വാദം. ആ വാദത്തെ സമീകരിക്കുന്ന വിധത്തിൽ ഇത്തരം പല കണക്കുകളും പല വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പൊതുപ്രവർത്തകൻ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി അതിൽ ഇടപെടലുകൾ നടത്തിയതായി വാർത്തയൊന്നുമില്ല. പക്ഷേ നിയമപരമായി ഇത്തരം വിഷയങ്ങളിൽ ഇടപെടലുകൾ നടത്താൻ ജനങ്ങൾ തയ്യാറാകുന്നു. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള പാർട്ടികൾ തയ്യാറാകുന്നു. RJD അത്തരത്തിൽ നീങ്ങാൻ പോകുന്നു എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. CPIM പോളിറ്റ് ബ്യൂറോ യോഗം ഇത്തരത്തിൽ ബീഹാറിൽ അട്ടിമറികൾ നടന്നിട്ടുണ്ട് എന്ന് ഇന്നലെ പ്രസ്താവന നടത്തിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഒന്നാകെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. SIRലൊക്കെ ഗുരുതരമായ പിഴവുകളുണ്ട്. അത് ഇന്ത്യ മുന്നണിയുടെ വോട്ടുകൾ കട്ട് ചെയ്യുന്ന വിധത്തിലാണ് SIRൽ നിന്നുള്ള പുറത്താക്കലുകൾ നടക്കുന്നത് എന്ന് വ്യാപകമായി വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലവും വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും രാഹുൽ ഗാന്ധിക്കെതിരെ കടുത്ത ആരോപണങ്ങൾ ഉയരുമ്പോൾ, കോൺഗ്രസിനെതിരെ കടുത്ത ആരോപണങ്ങൾ ഉയരുമ്പോൾ ഇന്ത്യ മുന്നണി പിളർന്നു, ഇനി ഈ രാജ്യത്ത് BJP മാത്രമേ ഉള്ളൂ, BJP വിചാരിക്കുന്നത് മാത്രമേ നടക്കൂ എന്ന രീതിയിൽ കൃത്യമായ പ്രൊപ്പഗാണ്ടകൾ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അതിനെതിരെ ശക്തമായി പോരാടാൻ തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെയും പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെയും തീരുമാനം. ഇപ്പോൾ രാഹുൽ ഗാന്ധി പരാജയപ്പെടുന്നു എന്ന് പറയുന്നവർ ഒന്ന് ആലോചിച്ച് നോക്കൂ. രാഹുൽ ഗാന്ധി എത്ര നേട്ടങ്ങൾ നേടിയതിന് ശേഷമാണ് ബീഹാറിൽ ഈ ഒരു പരാജയത്തെ നേരിടുന്നത്? ആദ്യം നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം. രാഹുൽ ഗാന്ധി ഈ രാജ്യത്തെ മുഴുവൻ ഇളക്കി മറിക്കുന്ന വിധത്തിൽ ഭാരത് ജോഡോ യാത്ര നടത്തി. ഭാരത് ജോഡോ യാത്രയിലുള്ള ജനപങ്കാളിത്തം ഞെട്ടിക്കുന്നതായിരുന്നു. ആദ്യമൊക്കെ പപ്പുമോൻ എന്നും രാഹുൽ ഗാന്ധിയുടെ ഡയറ്റിംഗ് യാത്ര എന്നും ഒക്കെ പറഞ്ഞ് കളിയാക്കിയ BJP 3 സംസ്ഥാനങ്ങൾ പിന്നിട്ട് ആ യാത്ര മുന്നോട്ട് പോയതോടുകൂടി ഞെട്ടിത്തരിച്ചുപോയി. തൊട്ടു പിന്നാലെ കർണാടക തെരഞ്ഞെടുപ്പ് നടന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കർണാടക പിടിച്ചു. BJPക്കുള്ള വലിയ പ്രഹരമായിരുന്നു അത്. BJP ഭരിക്കുന്ന സംസ്ഥാനമാണ്. അതുപോലെ തെലങ്കാനയിൽ വലിയ മുന്നേറ്റമുണ്ടാക്കി തെലങ്കാനയും കോൺഗ്രസ് പിടിച്ചെടുത്തു. അതിനിടയിൽ ഹരിയാന തെരഞ്ഞെടുപ്പ് വന്നു. ഹരിയാനയിൽ വലിയ മുന്നേറ്റം ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുണ്ട്. കോൺഗ്രസിന് സീറ്റുകൾ കുറയുന്നുണ്ട്. പലയിടത്തും കോൺഗ്രസിന് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. അവർക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഫണ്ടിങ്ങിൽ കുറവ് വരുന്നുണ്ട്. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നുണ്ട്. പക്ഷേ രാജ്യത്തെ ജനമനസ്സുകളിൽ നിന്ന് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഒക്കെ തകർന്നു, പിന്നോട്ട് പോയി എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ഇനി കോൺഗ്രസിന് സ്ഥാനമില്ല, രാഹുൽ ഗാന്ധിക്ക് നിലനിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നതിൻ്റെ അകത്ത് ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട്. ഏറ്റവും കുറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കൂ. 400 സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി അധികാരത്തിൽ വരുമെന്ന് പ്രഖ്യാപിച്ച് ഇറങ്ങിത്തിരിച്ച BJPയുടെ സീറ്റ് നില ആ സ്വപ്നം കണ്ടതിനേക്കാളും വളരെ കുറവ് താഴത്തേക്ക് കൊണ്ടുവന്നത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര അടക്കമുള്ള നീക്കങ്ങൾ കൊണ്ടാണ്. എന്ന് മാത്രമല്ല BJPക്ക് സഖ്യകക്ഷികൾ പറയുന്നത് കേട്ട് അനുസരിച്ച് നിൽക്കേണ്ട ഒരു ഗതികെട്ട സാഹചര്യം ഉണ്ടാക്കിയത് രാഹുൽ ഗാന്ധിയുടെ പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ടാണ്. രാഹുൽ ഗാന്ധിയെ അയോഗ്യനാക്കിക്കൊണ്ട് എന്തൊക്കെ നാടകങ്ങൾ നടന്നുകൂടെ? അതേ രാഹുൽ ഗാന്ധി തിരിച്ചു വന്നത് പ്രതിപക്ഷ നേതാവായിട്ടാണ്. അപ്പോൾ ഇതിനു മുമ്പും രാഹുൽ ഗാന്ധിക്കെതിരെ ഇത്തരം അപമാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അദ്ദേഹത്തെ കടന്നാക്രമിച്ച് ഒന്നിനും കൊള്ളാത്തവനെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഉയർന്നു വന്ന ചരിത്രമേ ഉള്ളൂ. കോൺഗ്രസും ഉയർന്നു വന്ന ചരിത്രമേ ഉള്ളൂ. അത് ആവർത്തിക്കാനുള്ള നീക്കങ്ങളിലേക്ക് കടക്കുകയാണ് രാഹുൽ ഗാന്ധി പതുങ്ങുകയോ പിന്നോട്ട് പോവുകയോ ചെയ്യുന്നില്ല. മറിച്ച് ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകളും കൂടി എടുത്തതിന് ശേഷം അവർ എന്താണ് സംഭവിച്ചത്, എന്തൊക്കെ സംശയങ്ങളുണ്ട് തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും മുന്നിൽ നിർത്തിക്കൊണ്ട് രാജ്യവ്യാപകമായി ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ വലിയ യാത്രകളും വലിയ സമരപരിപാടികളും പ്രതിഷേധങ്ങളും സംഘടിപ്പിക്കാനായിട്ട് ഇന്ത്യ മുന്നണി തീരുമാനമെടുക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന റിപ്പോർട്ട്. അതായത് ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ബീഹാറിലും തമിഴ്നാട്ടിലും കേരളത്തിലുമൊക്കെയാണ്, ആസാമിൽ ഉൾപ്പെടെ. അതിൽ ബംഗാൾ പിടിക്കും എന്ന് കൃത്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതിനിടയിലാണ് SIR വരുന്നത്. കേരളവും തമിഴ്നാടും ഒക്കെ BJP പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ വലിയ മുന്നേറ്റം നടത്താൻ പല കളികളും കളിക്കും എന്ന് ഇതോടകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞങ്ങൾ കള്ളവോട്ട് ചേർക്കണമെങ്കിൽ കശ്മീരിൽ നിന്ന് വരെ കൊണ്ടുവന്ന് ചേർത്തും എന്ന് പറഞ്ഞത് കേരളത്തിലെ BJP നേതാവാണ്. അപ്പോൾ അത്തരത്തിൽ പല നീക്കങ്ങളും നടക്കാനുള്ള സാധ്യതകളുണ്ട് എന്ന് ഇന്ത്യ മുന്നണി ഇതോടകം വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങളെ അണിനിരത്തി ഇതിനെതിരെ ശക്തമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ തീരുമാനം. ഇന്ത്യ മുന്നണിയിൽ പിളർപ്പുണ്ട് എന്ന വാർത്തകൾ കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലെ മറ്റു പാർട്ടികളും നിഷേധിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കണക്കുകൾ അവർ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന്. ആ കണക്കുകൾ
പരിശോധിച്ച ശേഷം അതുമായി ബന്ധപ്പെട്ട അവലോകനങ്ങൾ നടത്തിയതിനു ശേഷം വോട്ട് ചോരി ഉൾപ്പെടെയുള്ള നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രാജ്യത്തെ പ്രതിപക്ഷം ശക്തമായി തന്നെ മുന്നോട്ട് പോകാനും വരും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJPക്കെതിരെ ശക്തമായ പോരാട്ടം നയിക്കാനും തന്നെയാണ് തീരുമാനമെന്നാണ് ആദ്യഘട്ടത്തിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തായാലും അധികം വൈകാതെ രാഹുൽ ഗാന്ധി ജനങ്ങളെ അഭിസംബോധന ചെയ്യുകയും അതിനു പിന്നാലെ തന്നെ വലിയ തോതിൽ സമരങ്ങളുമായി, പ്രതിഷേധങ്ങളുമായി, നിയമ പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം.